നമസ്കാരം. ഫുട്ബോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിഗോ മാർട്ടിനസ് ബാർസലോണ വിട്ടിരിക്കുകയാണ്. ആ ന്യൂസ് തന്നെ പറഞ്ഞു തന്നെ തുടങ്ങാം, കാരണം അതങ്ങ് പറഞ്ഞ് ഒഴിവാക്കിയേക്കാം. മറ്റൊന്നുമല്ല, ഇനിഗോ മാർട്ടിനസ് അൽ നാസറിലോട്ട് ഫ്രീ ഏജന്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഇനിഗോ മാർട്ടിനസ്. ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് തിങ്. ബാർസലോണ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ സാലറീസ് ഓഫ് ആക്കിയാലേ ഇപ്പൊ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് ഇനിഗോനെ വിട്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യമല്ല. ഇനിഗോ പെട്ടെന്ന് വന്നിട്ട് പ്രീ സീസണിൽ ബാർസലോണയോടൊപ്പം കളിക്കുന്നു, പുള്ളി ട്രെയിനിങ് നടത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ബാർസലോണ വന്നത് ക്യാപ്റ്റൻസ് ഇനിഗോനെ ആക്കിയേക്കാന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നു. എല്ലാം വന്നിട്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ സീസൺ തുടങ്ങാൻ ഒരാഴ്ചയോളപ്പം പുള്ളി പെട്ടെന്ന് അൽനാസറിലോട്ട് പോകും. വാവ്. ടെർസ്റ്റഗന്റെ ആളുടെ മെഡിക്കൽ റിപ്പോർട്ട് സൈൻ ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നില്ല. സോ പുള്ളിയുടെ സാലറി ഫ്രീ ആയി കിട്ടുന്നില്ല. ക്ലബിന് സ്പോട്ടിഫൈ ക്യാമ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഫെർമിൻ ലോപ്പസിനെ കസാരോടെ സെയിൽ നടക്കുന്നില്ല. പ്ലേയേഴ്സ് പോകാൻ റെഡിയാവുന്നില്ല. ക്ലബിലും പ്ലേയേഴ്സ് കോച്ചും വേണം വെക്കുന്ന അവരെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇനിഗോ മാർട്ടിനസ് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാവുന്ന എനിക്ക് ബാർസ വിടണം. ബാർസയിൽ 50 മാച്ചിൽ കൂടുതൽ എനിക്ക് ഈ സീസൺ കളിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് മൊമെന്റ് പുള്ളി ഒരു ഡിസിഷൻ എടുക്കും. സിമ്പിൾ. ബോഡി എന്ന പുള്ളിയോട് പറഞ്ഞാണ് ഇങ്ങനെയാണ് സിറ്റുവേഷൻ, ലീവ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരിക്കും, ക്യാൻ യു ലീവ്, ഈസ് ലീവ്. സോ ഇപ്പം വരുന്ന ന്യൂസുകളല്ല ഇനിഗോയുടെ ഡിസിഷൻ ആണ്, അല്ല ബോർഡിന്റെ ഡിസിഷൻ അല്ല. ഇനിഗോ അവർ ക്ലോസ് ആക്ടിവിറ്റി ചെയ്യുമായിരുന്നു, ക്ലബിന് അറിയത്തില്ല. അതൊക്കെ ചുമ്മാ തള്ളാണ്, 100% ഉറപ്പാണ്. സോ ഇനി നടന്നു ഇനിഗോ ഇസ് ലീവിംഗ് ആസ് എ ലെജൻഡ്. കാരണം പുള്ളി ബാർസയുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് പുള്ളിക്ക് വേണം നിൽക്കാൻ, എനിക്ക് ബാർസയെ തന്നെ നിൽക്കണം. കാരണം പുള്ളി അവിടെ നിൽക്കുകയാണെങ്കിൽ ഹീസ് ദ സ്റ്റാർട്ടിംഗ് സെന്റർ ബാക്ക് ബാർസയോടൊപ്പം വിത്തൗട്ട് എഡോ. എന്നാലും പുള്ളി പറഞ്ഞു ഓക്കെ, ഐ എം മൂവിങ്, ഞാൻ ക്ലബിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു, സോ ഐ മൂവ് ഓൺ ചെയ്യാണ്. ആൻഡ് ഫ്രീ ഏജന്റ് ആയിട്ട് ആൾ പോവുകയാണ്. ആൾ ബാർസ ജോയിൻ ചെയ്യുന്നതിന്റെ ഡബിൾ സാലറി അൽ നാസർ ജോയിൻ ചെയ്യും. 2027 വരെ ആയിരിക്കും കോൺട്രാക്ട് സൈൻ ചെയ്യുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, അറോഹോവും ക്രിസ്ത്യൻസനും കുബാർസിയും 3 സെന്റർ ബാക്സ് നമുക്കുള്ളൂ. എറിക് ഗാർഷ്യ ജൂൾസ് കുണ്ടയുടെ ബാക്കപ്പ് റൈറ്റ് ബാക്ക് ആണ്. ഓക്കെ, എറിക് ഗാർഷ്യക്കും ജൂൾസ് കുണ്ടയ്ക്കും സെന്റർ ബാക്സ് കളിച്ചുകൂടാൻ ചോദിക്കാം. ഒരു പ്ലെയറിന് എത്ര പൊസിഷൻ കളിക്കാൻ പറ്റും? എറിക് ഗാർഷ്യ അപ്പൊ ജൂൾസ് കുണ്ടയ്ക്ക് റെസ്റ്റ് വേണമെന്ന ഒരു മാച്ചാണ്. ആ മാച്ചിൽ ഒരു സെന്റർ ബാക്ക് കൂടെ വേണം. എന്ത് ചെയ്യും? അപ്പടെ വിട്ടുപോയില്ലേ. ഐ ഹോപ്പ് അറോഹോ ഇംപ്രൂവ് ആയില്ലെങ്കിൽ നമ്മൾ ആകപ്പാടെ പെട്ടും. പ്രീ സീസൺ കിട്ടിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ ഇപ്പൊ ഒരു ഇഞ്ചുറി ഇല്ലാത്ത ഒരു സ്റ്റാർട്ടാണ് അറോഹോനുള്ളത്. സോ അറോഹോയും ക്രിസ്ത്യൻസനും ഇഞ്ചുറി ഫ്രീ ആയി നിൽക്കുവാണെങ്കിൽ ആശ്വാസം തരുന്ന കാര്യമാണ്. അതിൽ ക്രിസ്ത്യൻസൺ എസ്പെഷ്യലി ഐ തിങ്ക് ക്രിസ്ത്യൻസൺ ഫിറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ മേ ബി ഇനിഗോയുടെ ആ ഒരു കവർ നമുക്ക് കിട്ടും കുബാർസിയോടൊപ്പം എന്നൊരു വിശ്വാസമുണ്ട്. അറോഹോന്റെ കാര്യത്തിലോട്ട് ഒരു ഈസ് എ റിയലി ഗുഡ് സെന്റർ ബാക്ക്. പക്ഷെ ഫ്ലിക്കിന് വേണ്ട സെന്റർ ബാക്ക് ആണോ പുള്ളി എന്നുള്ളതിന്റെ ആൻസർ ഇനിയും തന്നിട്ടില്ല. ഹോപ്പ് അറോഹോ സർപ്രൈസസ് അസ് ഓൾ. ഹോപ്പ് ക്രിസ്ത്യൻസൺ സ്റ്റേസ് ഫിറ്റ്. ഹോപ്പ് ജെറാഡ് മാർട്ടിൻ പെട്ടെന്ന് ഒരു മാൽദീനി 240p വെർഷനിലുമായി അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഒരു സെന്റർ ബാക്ക് കവർ കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയും കൊടുക്കുക. അല്ലാതെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. അപ്പുറത്തെ ടെർസ്റ്റഗന്റെ കാര്യം അറിയാലോ. പുള്ളിയുടെ ക്യാപ്റ്റൻസി സ്ട്രിപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതുവരെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ബാർസലോണയ്ക്ക് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടില്ല. സോ അതും ആകപ്പാട് അവിടെ കുളമായി നിൽക്കുകയാണ്. അവിടെ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ, നമുക്ക് അതിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബെഞ്ചമിൻ ഷെഷ്കോ ഹാസ് ജോയിൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഹിയർ വി ഗോ. ആള് യുണൈറ്റഡിൽ മെഡിക്കലിനും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. 76.5 മില്യൺ യൂറോസ് ഫിക്സർ പ്ലസ് 8.5 മില്യൺ യൂറോസ് ആഡോൺസ്, ടോട്ടൽ 85 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് 2030 വരെ ആയിരിക്കും ആള് സൈൻ ചെയ്യുക. ഐ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാസ് ഡൺ എ ഗ്രേറ്റ് ഡീൽ. പ്രൈസിന്റെ കാര്യത്തിലാണ് 85 ഒരു ഗ്യാരണ്ടി ആക്കിയിട്ടുണ്ട്. ഗ്രേറ്റ്. അതുപോലെ തന്നെയാണ് കാർലോസ് ബലേബയുടെ കാര്യത്തിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സോ ബലേബനെ ബ്രൈറ്റൺ നെക്സ്റ്റ് സമ്മർ വിൽക്കാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷെ ഇപ്പൊ ആളെ വിൽക്കണമെങ്കിൽ ആൾക്ക് 120 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ഉണ്ടെന്ന് കേൾക്കും. ഇപ്പൊ യൂലിയൻ ലോറൻസോ എന്ന് പറയുന്ന 104 മില്യൺ പൗണ്ട്സ്, അതായത് 120 മില്യൺ യൂറോസിന് അടുത്ത്. അതുപോലെ തന്നെ ESPN റിപ്പോർട്ട് ചെയ്യുന്ന 120 മില്യൺ യൂറോസ് അത് തന്നെ പേ ചെയ്യണമെന്നാണ്. ആൻഡ് ESPN റിപ്പോർട്ട് ചെയ്യുന്ന മാഞ്ചസ്റ്റർ സിറ്റിയും ഇപ്പൊ കാർലോസ് ബലേബയുടെ സിറ്റുവേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മിക്കവാറും കോമ്പറ്റീഷൻ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആൻഡ് ബലേബ മാൻ യുണൈറ്റഡ് ഒരു പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഹി പ്രിഫേഴ്സ് എ മൂവ് ടു മാൻ യുണൈറ്റഡ്. പുള്ളി ഓക്കെയാണ്. സോ ക്ലബ് ടു ക്ലബ് നെഗോസിയേഷൻ നടന്ന കാര്യം ഉണ്ടായ ഐ തിങ്ക് അധികം വലിച്ചു കിട്ടാതെ 120 മില്യൺ യൂറോസ് എങ്കിൽ അത് പേ ചെയ്ത് യുണൈറ്റഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നെക്സ്റ്റ് സമ്മറിൽ പുള്ളി അവിടെ നിൽക്കുവാണെങ്കിൽ അഥവാ ഈ ഒരു റിലീസ് ക്ലോസ് തന്നെ ഉണ്ടെങ്കിൽ ക്ലബുകളിൽ ഒരു നീണ്ട നിരയാണ്. ഇപ്പം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കമ്മീഷനും സാലറി ഒക്കെ കൊടുക്കേണ്ടി വരും. പുള്ളി ഈ സീസൺ അവിടെ നിൽക്കുവാണെങ്കിൽ ചിലപ്പം കോൺട്രാക്ട് ഒന്നുകൊണ്ട് റിന്യൂ ചെയ്ത് ഈ റിലീസ് ക്ലോസ് ചിലപ്പം കൂട്ടിയൊന്നും വരാം. സോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മാൻ യുണൈറ്റഡ് സീരിയസ് ആണെങ്കിൽ ഷുഡ് പേ ദാറ്റ് റിലീസ്. എനിക്ക് തോന്നുന്നില്ല നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈസ് ഡൗൺ ആക്കാൻ പറ്റുമെന്ന്. 120 മില്യൺ യൂറോസും മിക്കവാറും ചെയ്യേണ്ടി വരും. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് നിക്കോളാസ് ജാക്സന്റെ അപ്ഡേറ്റ് ആണ്. സോ നിക്കോളാസ് ജാക്സനെ ചെൽസി സെയിൽ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണ്. ചെൽസിയും നിക്കോളാസ് ജാക്സനുമായിട്ട് ഡിസ്കഷൻ നടത്തിയതും അവർ തമ്മിൽ ഒരു ടൈംസിൽ എത്തിയെന്നാണ് കേൾക്കുന്നത്. സോ നിക്കോളാസ് ജാക്സന് വേണ്ടി ടോട്ടൻഹാം ഹോട്ട്സ്പർ രംഗത്തുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്
ന്യൂകാസിൽ അവരുടെ സീരിയസ് ടാർഗറ്റ് ഷെഷ്കോയുടെ റീപ്ലേസ്മെന്റ് എന്നാൽ ഇസാക്കിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഷെഷ്കോയ്ക്ക് പകരം കാണുന്ന നിക്കോളാസ് ജാക്സനെ അന്ന് കേൾക്കുന്നുണ്ട്. സോ മറ്റൊരു റിപ്പോർട്ട് എന്നാന്ന് വെച്ചാൽ ഈ 80 മില്യൺ പൗണ്ട്സ് എന്നുള്ളത് 60 മില്യൺ പൗണ്ട്സ് ആക്കി കുറയ്ക്കാനായിട്ട് ചെൽസി റെഡിയാണെന്ന് കേൾക്കുന്നു. എസ്പെഷ്യലി ന്യൂകാസൽ യുണൈറ്റഡുമായിട്ട് സെയിൽ നടത്തുവാണെങ്കിൽ, കാരണം സൗദി ബാക്കിംഗ് ഈ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു അഗ്രിമെന്റിൽ ന്യൂകാസലിലോട്ടാണെങ്കിൽ 60 മില്യൺ അറൌണ്ട് കാര്യം ഡണ്ണാക്കാം. 80 വേണ്ട 60 വേണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിൻ ബ്രിട്ടംബർഗ് റിപ്പോർട്ട് ചെയ്ത ബയൺ മ്യൂണിക്കും ഇപ്പോൾ നിക്കോളാസ് ജാക്സന്റെ സിറ്റുവേഷൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നാണ്. കൂടാതെ കുറെ ക്ലബ്ബുകൾ പുള്ളിയിൽ ഇൻട്രസ്റ്റഡ് ആണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ചെൽസി മിനിമം ഒരു 60 മില്യൺ പൗണ്ട്സ് നിക്കോളാസ് ജാക്സന്റെ സെയിലിൽ നിന്ന് റേസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. സോ ചെൽസിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ലെവി കോൾവിലിനാണെങ്കിൽ ACL ഇഞ്ചറി വന്നിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ ആയിരുന്നു പ്രീ സീസൺ ബ്രേക്കിന് ശേഷം. സോ ആ ഫസ്റ്റ് ട്രെയിനിങ് സെഷന്റെ ഇടയിലാണ് ആൾക്ക് ACL ഇഞ്ചറി വന്നിരിക്കുന്നത്. സോ ചെൽസിക്ക് അതൊരു ഹ്യൂജ് ബ്ലോ ആണ് വിത്തൗട്ട് എ ഡൗട്ട്. സോ അതിന് പകരം ഒരു റീപ്ലേസ്മെന്റ് വേണ്ടി ചെൽസി ഡെസ്പറേറ്റ് അല്ല എന്നാണ് ഫാബ്രിസോ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യം ബാക്ക് കവർ ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ചെൽസി വരും ദിവസങ്ങളിൽ ഏതൊരു സെന്റർ ബാക്കിന് വേണ്ടി വരും. കാരണം ലെവി കോൾവർ അവരുടെ സ്റ്റാർട്ടിംഗ് CBR. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് ഇറങ്ങാനാണെങ്കിൽ ഇസാക്ക് ക്ലബ്ബ് വിടുമെന്ന് തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ വരുന്നത്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. സോ ആ സാഗ എനിക്ക് തോന്നുന്നു നിക്കോളാസ് ജാക്സൺ ടു ന്യൂകാസിൽ നടക്കുവാണെങ്കിൽ ഇസാക്കിന്റെ ഡീൽ എത്രയും പെട്ടെന്ന് നീങ്ങുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് സെവിയയുടെ ജനലൂന് വേണ്ടി 17 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് നാപ്പോളി വിട്ടു. അത് റിജക്ട് ചെയ്ത് സെവിയ 20 മില്യൺ വേണമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആൻഡ് റാസ്മസ് ഹോയ്ലൻഡിനെ യുണൈറ്റഡ് വിൽക്കാനായിട്ടോ അല്ലെങ്കിൽ ലോണിന് വിടാനായിട്ടോ റെഡിയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഹോയ്ലൻഡിന് ഈവൻ ക്ലബ്ബിൽ നിൽക്കാനാണ് പ്ലാനെങ്കിലും യുണൈറ്റഡിന് എങ്ങനെയും റിലീസ് ചെയ്യാനാണ് പ്ലാൻ. സോ പ്ലെയറിന്റെ ഏജന്റുമായിട്ടും പ്ലെയറുമായിട്ടും വരും ദിവസങ്ങളിൽ ടോക്സ് നടത്താൻ പോവാണെന്നും AC മിലാൻ ഈസ് സീരിയസ്ലി കൺസിഡറിംഗ് എ ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ എന്ന് കേൾക്കുന്നുണ്ട്. സോ യുണൈറ്റഡ് അതിനും റിലീസ് ചെയ്യാൻ റെഡിയാണ്. AC മിലാൻ ഇപ്പൊ ഒരു ലോൺ, ഹെവി ലോൺ ഫീ പിന്നെ ഫുൾ സാലറിയും കവർ ചെയ്യണം, അതാണ് ഡിമാൻഡ് എന്ന് കേൾക്കുന്നു. സോ മിക്കവാറും അത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം റാസ്മസ് ഹോയ്ലൻഡ് AC മിലാൻ ഇൻട്രസ്റ്റ് ഐ ഡോണ്ട് നോ പുള്ളി എടുക്കുകയോ ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ ഈ സെസ്കോ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല അവർക്ക് എല്ലാവരെയും കൂടെ ബുക്സ് വെച്ചോണ്ടിരിക്കാൻ പ്ലാൻ കാണുന്നു. സോ മിക്കവാറും എങ്ങനെയും റാസ്മസ് ഹോയ്ലൻഡ് പോകുമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാലിക് തിയാവോന് വേണ്ടി 26 മില്യൺ പൗണ്ട്സിന്റെ ഒരു ബിഡ് ന്യൂകാസിൽ വിട്ടായിരുന്നല്ലോ, അത് റിജക്ട് ചെയ്തിരുന്നു. സോ ഇനി പുതിയ ബിഡ് ന്യൂകാസിൽ റെഡിയാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഫാബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റോട് പോകാനാണെങ്കിൽ ഇപ്പം ഇനിഗോ മാർട്ടിനസിനെ സൈൻ ചെയ്തായിരുന്നല്ലോ. സൈൻ ചെയ്ത് ഒഫീഷ്യലായിട്ട് ക്ലബ് അനൗൺസ് ചെയ്തത്, ബട്ട് എവറിത്തിങ് ഈസ് ഡൺ അല്ലേ. സോ അൽ നാസർ, സോ അമരിക് ലപ്പോർട്ടിനെ അത്ലറ്റിക് ക്ലബിൽ പോകാൻ നോക്കുന്നുണ്ട്. അത്ലറ്റിക് ക്ലബ് ഫസ്റ്റ് പ്രൊപ്പോസൽ അൽ നാസർ റിജക്ട് ചെയ്യുകയും ചെയ്തു. സോ അടുത്തൊരു പ്രപ്പോസൽ അവർ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പം ആ ഡീൽ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്നാണ് ഫാബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ മൊറാട്ട ഗ്യാരറ്റസർ ആയിട്ടുള്ള ലോൺ ഡീൽ ക്യാൻസൽ ചെയ്ത് തിരിച്ച് AC മിലാനിലോട്ട് വന്നിരിക്കുകയാണ്. AC മിലാനിൽ നിന്ന് ആള് FC കോമോയിലോട്ട് പോകാനായിട്ട് പോവാണ്. ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈക്ക് ആയിരിക്കും FC കോമോയിലോട്ട് അൽവാറോ മൊറാട്ട ജോയിൻ ചെയ്യാൻ പോവുക. സോ ഗ്യാലറ്റസറയ്ക്ക് ഓൾമോസ്റ്റ് 5 മില്യൺ യൂറോസോളം ഈ ഒരു ലോൺ ഡീൽ, ആള് 2 വർഷം ലോൺ എങ്ങാണ്ടാ പോയത്. സോ ഈ ലോൺ ഡീൽ ബ്രേക്ക് ചെയ്യുന്നതിന് പേ ചെയ്യേണ്ടതുണ്ട്. സോ ആകെപ്പാടെ 5 മില്യൺ ഗ്യാലറ്റസറയ്ക്കും കിട്ടി. എനിക്ക് തോന്നുന്നു ചെറിയൊരു ലോൺ ഫീസും കിട്ടുമായിരിക്കും AC മിലാന്. കൂടാതെ ഒബ്ലിഗേഷൻ ടു ബൈ ഉണ്ട്, എത്രയാണ് എമൗണ്ട് എന്നുള്ള കൂടുതൽ വന്നിട്ടില്ല. സോ ഇലിയാസ് അബ്രാനിനെ PSG ബോൺമുത്തിനും ഇടയിൽ ടോക്സ് നടക്കുമായിരുന്നു. സോ ഫൈനലി അവർക്കിടയിൽ ഒരു ടൈംസിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 63 മില്യൺ യൂറോസിനായിരിക്കും ഈ ഡീൽ ഡണ്ണാവുക. ഇയർ വിഗോ വന്നിട്ടില്ല, ബട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ലൂക്കാസ് ഷെവലിയാറിനെ ലില്ലിൽ നിന്നും 55 മില്യൺ യൂറോസ് എന്നാണ് കേൾക്കുന്നത്. ടോട്ടൽ പാക്കേജ് അനൗൺസ് ഉൾപ്പെടെ ഡണ്ണാക്കിയിട്ടുണ്ട് PSG. സോ ഹിയർ വി ഗോ, അത് വന്നിട്ടുണ്ട്. സോ ഷെവലിയാർ വിൽ ബി ദ ന്യൂ ഗോൾ കീപ്പർ ഫോർ PSG. ഡോണറൂവ ക്ലബ്ബ് വിടുമെന്നുള്ള ന്യൂസുകൾ ഇപ്പം കൂടുതൽ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാഡിൻസൺ ACL ഇഞ്ചുറി വന്ന കാര്യം എല്ലാവരും അറിഞ്ഞാണല്ലോ. സോ ആള് 7 മാസത്തേക്ക് ഔട്ടാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ അവരൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന് വേണ്ടി രംഗത്തുണ്ടെന്നും സോ നിക്കോളാസ് ജാക്സൺ അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിക്കോ പാസിന് വേണ്ടി 40 മില്യൺ യൂറോസിന്റെ ഒരു ഓഫർ വിട്ടു കോമോയുടെ ഫ്രണ്ടിൽ നിന്നാണ് ഡിമാർസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് റിജക്ട് ചെയ്തൊന്നും 70 മില്യൺ യൂറോസ് ആണ് FC കോമോ ഡിമാൻഡ് ചെയ്തതെന്നാണ് ഡിമാർസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ അതെങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ യോൺ വിസയ്ക്ക് വേണ്ടി അൽ നാസർ ഇൻട്രസ്റ്റഡ് ആണെന്നും ബ്രെൻഫോർഡ് ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് കൊടുക്കാൻ റെഡി ആണെന്നുള്ള രീതിയിൽ ലേക്ക് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോണ്ടറി ആണെങ്കിൽ ആന്റോണിയോ ഗ്രീസ്മാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നും മെക്സിക്കൻ ക്ലബ്ബ് 18 to 20 മില്യൺ ഡോളേഴ്സ് കൊടുക്കാൻ റെഡിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഡീൽ ഇടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് കാണുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിരിക്കും.